യുദ്ധമുഖങ്ങളിലെ ശൈലികൾ മാറിമറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. പീരങ്കികളും ടാങ്കുകളും ആധിപത്യം പുലർത്തിയിരുന്ന പടക്കളങ്ങളിൽ ഇനി അദൃശ്യമായ ചിറകുകളടിച്ച് പറക്കുന്ന ഡ്രോണുകളാണ് ഗതി നിർണ്ണയിക്കുന്നത്. അതിർത്തികളിൽ ശത്രുരാജ്യങ്ങളുടെ ഡ്രോൺ ഭീഷണി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ കവചം കൂടുതൽ കരുത്തുറ്റതാകാൻ ഇന്ത്യൻ സൈന്യം നിർണായകമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. വടക്കൻ അതിർത്തിയിൽ ചൈനയ്ക്കും പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനും കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് 35 കിലോമീറ്റർ വീതിയിലും 3 കിലോമീറ്റർ ഉയരത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡ്രോൺ കിൽ സോൺ സൈന്യം സജ്ജമാക്കിയിരിക്കുന്നു. ഈ അദൃശ്യവേലി കടന്നെത്തുന്ന ഏത് ശത്രു ഡ്രോണും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കപ്പെടുമെന്നതാണ് ഈ പുതിയ പ്രതിരോധ തന്ത്രത്തിന്റെ അന്തസത്ത. സമീപകാലത്ത് അതിർത്തി പ്രദേശങ്ങളിൽ ശത്രു ഡ്രോണുകളുടെ സാന്നിധ്യം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് പ്രതിരോധ വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ലഡാക്കിലെ അതിർത്തികളിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ, മറുവശത്ത് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡ്രോൺ സ്വാമുകൾ, അതായത് കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണം പരീക്ഷിക്കുന്നുണ്ട്. ഈ ഭീഷണി നേരിടാൻ കേവലം നിരീക്ഷണം മാത്രം പോരെന്നും ആകാശത്ത് വെച്ച് തന്നെ അവയെ ഇല്ലാതാക്കാനുള്ള ആധിപത്യം ഇന്ത്യക്ക് ഉണ്ടാവണമെന്നുമുള്ള തിരിച്ചറിവാണ് പുതിയ സൈനിക നയത്തിന് പിന്നിൽ. ഈ പ്രതിരോധ കവചത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കൃത്യമായ വ്യാപ്തിയാണ്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടക്കുന്ന ഏതൊരു വിദേശ ഡ്രോണും 35 കിലോമീറ്റർ വരെ ദൂരപരിധിയിലോ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഉയരത്തിലോ എത്തുമ്പോൾ തന്നെ സൈന്യത്തിന്റെ റഡാറുകളിൽ പതിയും. ഈ പരിധിക്കുള്ളിൽ എത്തുന്ന നിമിഷം തന്നെ അവയെ ശത്രുവായതായി പ്രഖ്യാപിക്കുകയും യാതൊരു കാലതാമസവുമില്ലാതെ വെടിവെച്ചിടുകയോ അല്ലെങ്കിൽ ജാം ചെയ്യുകയോ ചെയ്യും. ഇതിനായി പ്രത്യേകമായി സജ്ജീകരിച്ച എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ ലൈൻ ഓഫ് കൺട്രോളിലും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലും പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞു. മുമ്പ് ഇത്തരം ഡ്രോണുകളെ നേരിടാൻ വ്യോമസേനയുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരുമായിരുന്നെങ്കിലും പുതിയ മാറ്റത്തിലൂടെ കരസേനയ്ക്ക് നേരിട്ട് തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിക്ക് ശേഷമാണ് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഇത്ര വലിയ മാറ്റം വരുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാൻ അതിർത്തി വഴി നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ പുതിയൊരു ആലോചനയിലേക്ക് നയിച്ചു. ശത്രുവിന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയേക്കാൾ മികച്ച പ്രതിരോധം തീർക്കാൻ പുതിയ റോക്കറ്റ് റെജിമെന്റുകൾ രൂപീകരിക്കാൻ സൈന്യം തീരുമാനിച്ചു. കരസേനയും വ്യോമസേനയും തമ്മിലുള്ള ഏകോപനം ഈ മേഖലയിൽ അതീവ പ്രധാനമാണ്. ഓരോ കോർപ്സ് കമാൻഡർമാരും അതത് മേഖലയിലെ വ്യോമസേന കമാൻഡർമാരുമായി നിരന്തരമായ ആശയവിനിമയത്തിലാണ്. ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം ഈ കമാൻഡ് സെന്ററുകളിൽ എത്തുന്നതോടെ ശത്രുവിന്റെ ഒരു നീക്കവും ഇന്ത്യയുടെ കണ്ണിൽപ്പെടാതെ പോകില്ല. സജ്ജീകരണങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം എത്രമാത്രം ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മുന്നണിയിൽ ഏകദേശം 10,000 ഡ്രോണുകളാണ് ഇന്ത്യ വിന്യസിക്കാൻ പദ്ധതിയിടുന്നത്. എന്നാൽ ചൈനയുമായുള്ള 3488 കിലോമീറ്റർ നീണ്ട യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ 20,000-ലധികം ഡ്രോണുകൾ സദാ സജ്ജമായിരിക്കും. നിരീക്ഷണത്തിന് മാത്രമല്ലാതെ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. ആകാശത്തു കൂടി ഒരു നിശബ്ദ യുദ്ധം നയിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഡ്രോണുകൾക്ക് പുറമെ ഭാരതീയ സൈന്യത്തിന്റെ റോക്കറ്റ് ഫോഴ്സ് യൂണിറ്റുകളും അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു. രുദ്ര ബ്രിഗേഡുകളും 21 ഭൈരവ് ബറ്റാലിയനും പോലെയുള്ള കരുത്തുറ്റ വിഭാഗങ്ങൾ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിൽ നില മെച്ചപ്പെടുത്താനുള്ള ചൈനീസ് ശ്രമങ്ങളെ നേരിടാനായി ആർട്ടിലറി പീരങ്കികളുടെ പരിധിയും സൈന്യം വർദ്ധിപ്പിച്ചു. നൂതന യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ചെലവ് കുറഞ്ഞതും എന്നാൽ നാശനഷ്ടങ്ങൾ വലുതാക്കാൻ ശേഷിയുള്ളതുമായ മാർഗമായാണ് ചൈനയും പാകിസ്ഥാനും കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ റെഡ് ലൈൻ പ്രഖ്യാപനം ശത്രുക്കളുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ്. ഇന്ത്യ നിർവചിച്ച ഈ അതിർത്തി രേഖ കടക്കുന്ന ഏതൊരു ഡ്രോണും തിരിച്ചുപോകില്ല എന്ന വ്യക്തമായ സന്ദേശം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. സാങ്കേതിക വിദ്യയെ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ നേരിടുക എന്ന അത്യാധുനിക പ്രതിരോധ നയത്തിലൂടെ ഇന്ത്യ തങ്ങളുടെ പരമാധികാരവും അതിർത്തി സുരക്ഷയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പുതിയ ഡ്രോൺ കിൽ സോൺ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.